ഹാഡിയസ് ലൈബ്രറി വിഷയവുമായി ബന്ധപ്പെട്ട് ഇഗ്നോയിലുള്ള കോഴ്സുകളെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടാം. 4 തരത്തിലുള്ള കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. BLIS എന്ന് പറയുന്ന ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, CLIS സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 6 month കോഴ്സാണ്. BLIS 1 year കോഴ്സാണ്. പിന്നെ വരുന്നത് MLIS മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 1 year കോഴ്സാണ്. ദെൻ PGDLAN പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലൈബ്രറി ഓട്ടോമേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന 4 കോഴ്സുകളാണ് ഇഗ്നോയിൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി അതിനെക്കുറിച്ച് എങ്ങനെ ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് അക്കാദമിക് സൈഡ് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. നമുക്ക് വീട്ടിൽ നിന്നോ ജോലി സ്ഥലത്ത് നിന്നോ എവിടെ വെച്ചായാലും നിങ്ങൾക്കിത് കോളേജിൽ പോകാതെ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാമാണ്. ഡ്യൂറേഷൻ 1 year ആണ്. മാക്സിമം വരുന്നത് 2 year ആണ്. 2 വർഷം കൊണ്ട് ഇത് ഫിനിഷ് ചെയ്യണം. 1 year കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. 1 year ആണ് മിനിമം ഡ്യൂറേഷൻ വരുന്നത്. മീഡിയം പഠിക്കേണ്ട ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് നിങ്ങൾ മീഡിയം ആയിട്ട് ഇത് പഠിക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ഹിന്ദിയിൽ സാധിക്കും എന്നാണ് പറയുന്നത്. അസൈൻമെൻറ്റ് എഴുതാനും അതുപോലെ തന്നെ എക്സാം എഴുതാനും ഹിന്ദിയിൽ ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ടോട്ടൽ 9 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതാണ് ഈ സബ്ജക്റ്റിൻ്റെ കോഡുകൾ. ഈ കോഡുകൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുസ്തകം, ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF അവൈലബിൾ ആയിട്ട് വരും. ഇതിൽ ഈ പറയുന്ന 5 സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ സ്റ്റഡി സെൻറ്ററിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ബാക്കിയുള്ള 4 പേപ്പർ തിയറി ബേസ്ഡ് പേപ്പേഴ്സാണ്. അതിന് റിട്ടൺ എക്സാമും അസൈൻമെൻറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് പ്രാക്ടിക്കലും അസൈൻമെൻറ്റും റിട്ടൺ എക്സാമും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അതിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ SC ST OBC PH തുടങ്ങിയവർക്ക് 45% മാർക്ക് മതി. 5% മാർക്കിൽ ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതില്ല, 50% മാർക്കില്ലാത്തവർക്ക് ബാച്ചിലർ ഡിഗ്രി വിത്ത് ഡിപ്ലോമ പറയുന്നത് ലൈബ്രറി സയൻസിൽ 1 year ഡിപ്ലോമ കൂടിയും ഡിഗ്രിയുടെ കൂടെ വേണം. അതുമല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി പ്ലസ് 2 year വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് 2 year വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ 50% ഡിഗ്രി ഉള്ളവർക്ക് ഇതൊന്നും ആവശ്യമില്ല, അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 40 creditsൻ്റെ ഒരു കോഴ്സാണിത്. ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. സബ്ജക്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിൾ ചെയ്താൽ ലഭിക്കുന്നതാണ്. അത് ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ഈ ഒരു കോഡുകൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആവും. ഇത് നമുക്ക് കേരളത്തിൽ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ഇത് അവൈലബിൾ ആണ്. CMS കോളേജിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും പ്രാക്ടിക്കലിനൊക്കെ പോവേണ്ടത് CMS കോളേജിലാണ്. കോഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്നത് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ CMS കോളേജിൽ മാത്രമാണുള്ളത്. നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരു 4 കോളേജുകളിലുണ്ട് ഈ ഒരു കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഇത് ലോങ് ആയിട്ട് തോന്നും, ചിലർക്ക് അടുത്തായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത്രയും കോളേജുകളാണ് ഉള്ളത്. ഇനി വടക്ക് ഭാഗത്തുള്ളവർക്ക് വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ നമുക്ക് ഏകദേശം ഇതുപോലെ 4 കോളേജാണ്. JDT, നിർമ്മലഗിരി, PSMO, സെൻറ്റ് മാരീസ്, ഇത്രയും കോളേജുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലുള്ള നിങ്ങൾക്കുള്ള ഗുണം എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ സ്കൂൾ, കോളേജസ്, യൂണിവേഴ്സിറ്റി, ലൈബ്രറി ജോലി നേടാൻ യോഗ്യത ലഭിക്കും. ഈ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ ലൈബ്രറി വിഭാഗത്തിൽ ജോലി നേടാൻ സാധിക്കും. പബ്ലിക് ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറി, ഇൻഫർമേഷൻ സെൻറ്റർ, ഡോക്യുമെൻറ്റേഷൻ സെൻറ്റർ തുടങ്ങിയ മേഖലകളിൽ അവസരം ലഭിക്കും. ലൈബ്രറിയൻ, ലൈബ്രറി അസിസ്റ്റൻ്റ് ലൈബ്രറിയൻ, ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് പോലുള്ള ജോലികൾക്ക് അപേക്ഷിക്കാം. സർക്കാർ
PSU യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റുകളിൽ ഇഗ്നോ ഡിഗ്രി സാധാരണമായി അംഗീകരിക്കപ്പെടുന്നു. UGC ഡബ് അംഗീകൃത ഡിസ്റ്റൻസ് ഡിഗ്രി ആയതിനാൽ ഹയർ സ്റ്റഡീസിനും ഉപയോഗിക്കാം. പിന്നീട് MLIS മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ചെയ്യാൻ സാധിക്കും. NET JRF വഴി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലൈബ്രറിയൻ കരിയറിലേക്കും പോകാം. അതായത് MLIS കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇത്തരം തൊഴിൽ അവസരങ്ങൾ PSC പിന്നെ പറയേണ്ടതില്ലല്ലോ, PSC UPSC തുടങ്ങിയ തുടങ്ങിയ ജോലികൾക്കൊക്കെ അപേക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്യുകയും ചെയ്തോളൂ.